കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 4-ാമത് വചനം. എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ എന്നുള്ള ആഴമായ ഒരു ചോദ്യമാണ് ഈ വാക്കുകൾക്കുള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. ആദിമ മനുഷ്യനായ ആദമും ഹവ്വയും ദൈവത്തോട് പാപം ചെയ്ത് ആ വഴികളിൽ ദൈവത്തിൻ്റെ കൺകളിൽ കാണാതിരിക്കേണ്ടതിന് അവർ യാത്ര ചെയ്ത് മറഞ്ഞിരിക്കുമ്പോൾ അവരുടെ വഴികളെ വ്യക്തമാക്കി മനസ്സിലാക്കിയ ഒരു ദൈവത്തെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു സത്യത്തെ അന്വേഷിച്ച് യാത്ര ചെയ്ത നഥനയേലിനെ കാണുവാൻ കഴിയുന്നുണ്ട്. താൻ വളരെ ദൂരം യാത്ര ചെയ്യുകയും ആരും കാണരുതെന്നും ആരോടും സംസാരിക്കേണ്ടെന്നും കരുതി അത്തിവൃക്ഷത്തിൻ കീഴിലും മുന്തിരിവള്ളിയുടെ കീഴിലുമൊക്കെ ഇരുന്നതായ പശ്ചാത്തലങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ യാത്രകളെക്കുറിച്ചോ തൻ്റെ ഇരിപ്പിനെക്കുറിച്ചോ ഒക്കെ ആരും അറിയാതിരിക്കുമ്പോഴും അതെല്ലാം നന്നായി കണ്ട ദൈവം നഥനയേലിനോട് പറയുകയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു നഥനയേലിനോട് പറയുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൺകൾക്ക് മറഞ്ഞ് ഒരു യാത്ര ചെയ്യുവാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ലെന്നും സകലരെയും അവരുടെ വഴികളെയും അത്യുന്നതനായ ദൈവം നോക്കിക്കാണുന്നു എന്നും ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് ആ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് നാം ഉത്സാഹിക്കണമെന്ന് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും യാത്രകൾ കൃത്യമായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്തേണ്ട ഇടത്ത് നമ്മെ എത്തിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ആ നിലകളിൽ മുൻപോട്ട് പോകുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. മാത്രമല്ല, ദൈവത്തോട് തിന്മ ചെയ്ത് ദൈവം കാണാത്ത നിലകളിൽ ഓടി ഒളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിലേക്ക് നടന്നു വന്ന് യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറഞ്ഞ് ദൈവിക വിടലിനു വേണ്ടി അപേക്ഷിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ,
ഞങ്ങളുടെ വഴികൾ അറിയുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പോകേണ്ടുന്ന വഴികളിലൂടെ മാത്രം പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം അതിനായി ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.